ഡിയർ സ്റ്റുഡൻറ്റ്, നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത് എന്താണ്? എങ്ങനെ ഗ്രാഫിംഗ് ആണ് അല്ലേ, ഗ്രാഫിംഗ് പ്രൊസീജിയർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഉള്ളത്, നമ്മൾ എങ്ങനെ സ്കെച്ച് ചെയ്യണം, അതിന് 5 പ്രോപ്പർട്ടീസ് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ 5 പ്രൊസീജിയർ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അവിടെയാണ് നമ്മൾ എത്തി നിൽക്കുന്നത് അല്ലേ. ആദ്യത്തെ പ്രൊസീജിയർ സിമെട്രിക് ആണോ എന്നുള്ളത് എക്സാമ്പിളുകൾ നമ്മൾ ചെയ്തു നോക്കിയിരുന്നു. സിമെട്രിക് ആണോ അല്ലേ. സിമെട്രിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 തരമുണ്ട്. ഓഡാണോ ഈവൻ ആണോ, ഓഡോ ഈവനോ എന്നുള്ള കൺസെപ്റ്റ് ആണ്. ഇനി അടുത്തതുള്ളത് ഒരു കാര്യമുള്ള രണ്ടാമത്തെ ഒരു പ്രോപ്പർട്ടി ഉണ്ടാവും. ലൊക്കേറ്റ് എനിവേർ എഫ് ഈസ് നോട്ട് ഡിഫൈൻഡ്. ഓക്കെ, ബിഹേവിയർ ഓഫ് നിയർ ദിസ് പോയിന്റ്. ഈ കൺസെപ്റ്റ്സ് ഇതിനെ പറ്റി പറയാൻ നമ്മൾ അസിംപ്റ്റോട്ട്സ് എന്നാണ്. ഓക്കെ, ബിഹേവിയർ ഓഫ് എഫ് ഓഫ് വെരി പോസിറ്റീവ് നെഗറ്റീവ് നമ്പേഴ്സും, അതുപോലെ തന്നെ പിന്നെ ഏതെങ്കിലും പോയിന്റിൽ ഡിഫൈൻഡ് അല്ല, അതുപോലെ തന്നെ എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റിയിലും നമുക്ക് എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. ഓക്കെ, അത് നമ്മൾ ചെക്ക് ചെയ്യണം. അതാണ് ഇനി അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫൈൻഡ് ദി അസിംപ്റ്റോട്ടിക് ബിഹേവിയർ എന്ന് പറയുന്നത്. ഓക്കെ, അസിംപ്റ്റോട്ടിക് ബിഹേവിയർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ രണ്ടാമത്തെ സംഭവം, ആദ്യത്തെ നമുക്ക് ഓഡാണോ ഈവൻ ആണോ ചെക്ക് ചെയ്യാം. രണ്ടാമത്തെ എന്താണ് പറയുന്നത്, അസിംപ്റ്റോട്ടിക് ബിഹേവിയർ ആണ് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യൻ എന്താണ്, ഫൈൻഡ് ദി അസിംപ്റ്റോട്ടിക് ബിഹേവിയർ ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ബൈ 1 മൈനസ് എക്സ്. ഓക്കെ, അപ്പോൾ എക്സ് ബൈ 1 മൈനസ് എക്സ് സൊല്യൂഷൻ, ഇതിൻ്റെ അസിംപ്റ്റോട്ടിക് ബിഹേവിയർ ആണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ബൈ 1 മൈനസ് എക്സ് ആണ്. എക്സ് ബൈ 1 മൈനസ് എക്സ് അങ്ങനെയാണ് എങ്കിൽ എക്സ് ബൈ 1 മൈനസ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇത് പ്രകാരം ഇവിടെ എക്സിന് ഏത് വാല്യൂ കൊടുത്താലാണ് അൺഡിഫൈൻഡ് ആവുക അല്ലേ. ഏത് വാല്യൂ ആണ്, എക്സ് ഈക്വൽ ടു 1 അല്ലേ. എക്സ് ഈക്വൽ ടു 1 കൊടുത്തിട്ടുണ്ട് എങ്കിൽ എന്താണ്, അൺഡിഫൈൻഡ് ആണ് അല്ലേ. അല്ലേ, എഫ് ഈസ് അല്ലേ, അടിയിൽ 1 കൊടുത്താൽ 0 ആയിപ്പോവും. 1/0 അൺഡിഫൈൻഡ് ആണ്. ഓക്കെ ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ നോക്കുക. രണ്ടാമത്തെ പ്രൊസീജിയറിൽ ലൊക്കേറ്റ് എനി പോയിന്റ്സ് വേർ എഫ് ഈസ് നോട്ട് ഡിഫൈൻഡ്, ഡിറ്റർമൈൻ ബിഹേവിയർ ഓഫ് എഫ് ദിസ് പോയിന്റ്. അതുപോലെ തന്നെ ബിഹേവിയർ ഓഫ് എഫ് ഓഫ് എക്സ് ഫോർ എവറി ലാർജ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് നമ്പർ. എക്സിന് വലിയ നമ്പർ. അപ്പം നമുക്ക് എഫ് ഈസ് അൺഡിഫൈൻഡ്. അറ്റ് എക്സ് ഈക്വൽ ടു 1. സോ അപ്പോൾ നമുക്ക് അതിൻ്റെ ബിഹേവിയർ നോക്കണം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് ഓക്കെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു, ദാറ്റ് മീൻസ് എക്സ് ബൈ 1 മൈനസ് എക്സ്, ദാറ്റ് ഈസ് ഈക്വൽ ടു. അപ്പോൾ നോക്കുക, 1 പ്ലസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1-നേക്കാട്ടിലും വലിയ നമ്പറിൽ നിന്നും എവിടേക്ക് വരിക, 1ലേക്ക് വരിക. ഓക്കെ, അപ്പോൾ നമ്മളുടെ കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് വരും, എക്സ് എന്ന് പറയുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് ഈ കുഞ്ഞാപ്പ് അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് ഇപ്പം 1 മുകളിൽ വരും അല്ലേ. ഇവിടെ വരുമ്പോൾ 1 പ്ലസ് എന്ന് പറയുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് ഇത് ഏതിലേക്ക്, 1 പ്ലസ് എന്ന് പറയുമ്പം 1 പ്ലസ് എന്ന് പറയുമ്പോൾ 1-നേക്കാട്ടിലും വലിയ അല്ലേ. ഇത് 1 ആണ് എങ്കിൽ 1 പ്ലസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സൈഡാണ്, ഇവിടുന്ന് ഇങ്ങോട്ട് വരിക. അപ്പോൾ 1 മൈനസ് എക്സ് എന്തായി മാറും, ഈസ് നെഗറ്റീവ് നമ്പർ. ഇതൊരു നെഗറ്റീവ് നമ്പർ ആയിരിക്കും. അപ്പം ഇത് മൈനസ് ഇൻഫിനിറ്റി ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, മൈനസ് ഇൻഫിനിറ്റി. ഓക്കെ, അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ഇനിയുള്ളത് ലിമിറ്റ് x tends to
1 മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ലിമിറ്റ് കൊടുക്കാൻ പറഞ്ഞില്ലേ അല്ലേ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് എക്സ് ബൈ 1 മൈനസ് എക്സ്. ഇനി എക്സ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് ബൈ 1 മൈനസ് എക്സ്, എക്സ് ബൈ 1 മൈനസ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പം വിച്ച് ഈസ് ഈക്വൽ ടു ഇത് എന്തായി മാറും 1 മൈനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഈ സൈഡിൽ 1-നേക്കാട്ടിലും ചെറിയ ഭാഗത്ത് നിന്നുള്ള ഭാഗം. അങ്ങനെ വരുമ്പം 1 മൈനസ് എക്സ് എന്തായിരിക്കും, ഈസ് ഗ്രേറ്റർ ദാൻ 0-നേക്കാട്ടിലും വലുതായിരിക്കും അല്ലേ. അങ്ങനെ വരുമ്പം അവിടെ നിന്നും 0ലേക്ക് അപ്രോച്ച് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റിയാണ്. അപ്പം ഇപ്പം നമുക്ക് ഒരു ഏകദേശം ഒരു രൂപം കിട്ടി. അതായത് ഗ്രാഫിക്കൽ ബിഹേവിയർ ആണ് നമ്മളോട് ചോദിച്ചത്. ബിഹേവിയർ കിട്ടിക്കഴിഞ്ഞു. അതായത് ബിഹേവിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം എക്സ് ആക്സിസിൽ 1 എന്ന് പറയുന്ന പോയിന്റ് ഇതാണെന്ന് വിചാരിക്കുക. എക്സ് ആക്സിസിൽ 1 എന്ന് പറയുന്ന പോയിന്റ് ലൈനാണ് ഞാൻ വരയ്ക്കുന്നത്. അങ്ങോട്ട് ക്ലിയർ ആവില്ല, ഞാനല്ലേ വരയ്ക്കുന്നത്. അങ്ങനെയൊക്കെ ഇതാണ് എക്സ് ഈക്വൽ ടു 1. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ നമ്മളോട് പറഞ്ഞത് എക്സ് 1 ആണ് എങ്കിൽ എഫ് ഓഫ് എക്സ് എന്താവും, വൈനെയാണ് നമ്മൾ എന്ത് പറയുന്നത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. ഇത് എക്സും ഇതെന്താണ് എഫ് ഓഫ് എക്സും, വൈ ഈക്വൽ ടു എന്ന് പറയുന്നതാണ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. അപ്പം എന്താവും എന്നാണ് പറയുന്നത്, ഈ പോയിന്റിൽ അൺഡിഫൈൻഡ് ആണ്. ഇത് ഇങ്ങനെ വരയ്ക്കുന്ന വരനെയാണ് നമ്മൾ എന്ത് പറയുന്നത് അസിംപ്റ്റോട്ട് എന്ന് പറയുന്നത്. ഇത് വെർട്ടിക്കൽ അസിംപ്റ്റോട്ടാണ്. ഇതെന്താണ് വെർട്ടിക്കൽ അസിംപ്റ്റോട്ട്. അത് പഠിക്കണമെന്നില്ല, പക്ഷെ നമ്മളോട് ചെക്ക് ചെയ്യാൻ പറയും. ഓക്കെ, വെർട്ടിക്കൽ അസിംപ്റ്റോട്ട്സ്. അപ്പം എക്സ് ഈക്വൽ ടു 1 എന്നുള്ളതാണ് ഡിഫൈൻ ചെയ്യാത്തത്. ഇവിടെ എന്താണ് എഫ് ഓഫ് എക്സ്, അതായത് പ്ലസ് 1-നേക്കാട്ടിലും വലിയ സ്ഥലത്തുനിന്ന് വന്നിട്ടുണ്ട് എങ്കിൽ എന്താണ് ഇൻഫിനിറ്റിയിലേക്കാണ് പോവുക. അപ്പോൾ നമ്മൾ എന്തെന്ന് വരയ്ക്കണം, 1ലേക്ക് എത്തുന്നതിനനുസരിച്ച് ഇൻഫിനിറ്റി ആവും. അപ്പോൾ അതാ ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. അതിനോട് തൊട്ടിലാന്നുള്ള ഇതിൽ വരയ്ക്കുക. ഇനി അടുത്തത് എന്താണ് പറഞ്ഞത്, മൈനസ് 1-നേക്കാളും ചെറിയ സ്ഥലത്തു നിന്ന് വരുമ്പോൾ എന്താണ് പ്ലസ് ഇൻഫിനിറ്റി. അപ്പോൾ അത് പോവുക ഇവിടെ നിന്നും ഇങ്ങനെ ഇതാ മേലോട്ട്, ഇങ്ങനെ തൊടരുത് കേട്ടോ, ഇങ്ങനെ ഇതാ ഈ അസിംപ്റ്റോസ് ആണ് പ്രശ്നം. ഞാനത് നല്ലോണം തന്നെ ചിത്രം വരയ്ക്കാവുന്നതാണ്. ലൈൻ വരച്ചാൽ മതി. നിങ്ങൾ പേന കൊണ്ട് ഇതും അസിംപ്റ്റോസ് നിങ്ങൾ ഇതിനെ കൊണ്ടും വരച്ചോളൂ. ഇതാണ് അസിംപ്റ്റോസ്. ഓക്കെ, ഇത് അസിംപ്റ്റോസ് ആണ്. ഇനി നമ്മൾക്ക് ഇതിന്മേൽ അതായത് 1+ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1+ എന്ന് പറയുന്ന ഭാഗം ഈ സൈഡാണ്. ഈ സൈഡിൽ നിന്നാണെങ്കിൽ ഇവിടെ നെഗറ്റീവ് ഇൻഫിനിറ്റി ആണ്, മൈനസ് ഇൻഫിനിറ്റി ആണ്. അപ്പം എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈ കുഞ്ഞാക്കുമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഇതാണ്. എഫ് ഓഫ് എക്സിൽ നെഗറ്റീവ് ഈ ഭാഗമാണ്, ഇപ്പുറത്ത് നെഗറ്റീവാണ് അല്ലേ. എക്സിൽ ഈ ഭാഗം നെഗറ്റീവാണ്, എക്സിൻ്റെ ഈ ഭാഗം. ഓക്കെ, അപ്പോൾ മൈനസ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വരയ്ക്കുക. പ്ലസ് ഇൻഫിനിറ്റി അവിടെ 1-നേക്കാട്ടിലും ചെറുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സൈഡാണ് 1-നേക്കാട്ടിൽ ചെറുതായിട്ടുള്ള ഭാഗം. അപ്പോൾ അവിടെ അസിംപ്റ്റോസ് വരിക ഇങ്ങനെ. തൊടരുത് കേട്ടോ, തൊടാൻ പാടില്ല.
കർവ് വരയ്ക്കാനും ഒരു ബുദ്ധിമുട്ട്. ഇതാണ് വെർട്ടിക്കൽ ഒരു ബിഹേവിയർ നമ്മൾ കഴിഞ്ഞു. ഒരു ബിഹേവിയർ നമ്മൾ വരച്ചു. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ബിഹേവിയർ വരയ്ക്കാൻ പോവാം. ഓക്കെ, അടുത്ത ബിഹേവിയർ എന്ന് പറയുന്നത് നമ്മളോട് ചോദിച്ചത് എന്താണ്? അടുത്ത കൺസെപ്റ്റ്സ് പറയണം. അടുത്ത എന്താണ് ബിഹേവിയർ, നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യണം? എന്താണ് ചെക്ക് ചെയ്യേണ്ടത്? നമ്മൾ ഇതാ ഒരു ഭാഗം ഡിഫൈൻ ചെയ്തു. രണ്ടാമത്തെ കൺസെപ്റ്റ്സ് നോക്കുക. ലൊക്കേറ്റ് എഫ് ഈസ് നോട്ട് ഡിഫൈൻ. ഓക്കെ, എഫ് ഈസ് നോക്കുക. ലൊക്കേറ്റ് എനി പോയിന്റ് വേർ എഫ് ഈസ് നോട്ട് ഡിറ്റർമിൻ ബിഹേവിയർ. അത് നമ്മൾ കണ്ടു. ഇനി അടുത്തത് കാണണ്ടേ ബിഹേവിയർ ഓഫ് എഫ് ഓഫ് എക്സ് ഫോർ എക്സ് വെരി ലാർജ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് നമ്പേഴ്സ്. ഓക്കെ, അപ്പം ലാർജ് ആയിട്ടുള്ള പോസിറ്റീവ് നെഗറ്റീവ് നമ്പേഴ്സിന് നമ്മൾ എന്ത് ചെയ്യണം? അപ്ലൈ ചെയ്യണം. അതായത് ഏതാണത്? ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി, ലിമിറ്റ് എക്സ് ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി അല്ലേ? ഇനി അടുത്തത് ലിമിറ്റ് സിൻസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി. എഫ് ഓഫ് എക്സ് എന്തായിരുന്നു? എക്സ് ബൈ 1 മൈനസ് എക്സ്, ദാറ്റ് ഈസ് എക്സ് ബൈ 1 മൈനസ് എക്സിനെ എക്സ് പുറത്തെടുത്തിട്ടുണ്ടെങ്കിൽ 1 ബൈ എക്സ് മൈനസ് 1 അല്ലേ? എക്സ് ക്യാൻസൽ ചെയ്യാം. ഓക്കെ, ഇവിടെ ലിമിറ്റ് ഉണ്ട് കേട്ടോ. ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് നമ്മളിത് വരിക ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 1 by x minus 1 that is equal to x tends to infinity കൊടുത്തിട്ടുണ്ട് എങ്കിൽ നമുക്ക് എന്താണ് കിട്ടുക? x tends to infinity കൊടുത്താൽ 1 by x എന്തായി മാറും? 0 ആയി മാറും. അപ്പോൾ 1 by 1 minus x എന്ന് കിട്ടും. 1 by അല്ലേ? 1 by 1 minus x എന്ന് കിട്ടും. that means minus 1 by 0 മൈനസ് അല്ലേ? 1 by x എന്താവും? എക്സ് ടെൻസ് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ 0 ആവും. അപ്പം 1 by 0 മൈനസ് 1 ദാറ്റ് ഈസ് മൈനസ് 1 അല്ലേ? ദാറ്റ് ഈസ് മൈനസ് 1. സോ മൈനസ് 1 അല്ലേ? ഇനി അടുത്തത് ലിമിറ്റ് എക്സ് ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എന്താണ് വരിക? എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എന്താണ് വരിക? മൈനസ് അല്ലേ? മൈനസ് ഇൻഫിനിറ്റി. എക്സ് ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി. സോറി, ഇവിടെ തെറ്റിക്കരുത്. മൈനസ് ഇൻഫിനിറ്റി എക്സ് ബൈ 1 മൈനസ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി അല്ലേ? എക്സ് ബൈ എക്സ് വേണ്ട 1 അല്ലേ? 1 by x മൈനസ് 1 മൈനസ് ഇൻഫിനിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി 1 by മൈനസ് ഇൻഫിനിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ 0 ദാറ്റ് ഈസ് യു വിൽ ഗെറ്റ് മൈനസ് 1 അല്ലേ? മൈനസ് 1. അങ്ങനെയാകുമ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് കിട്ടും നോക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ മൈനസ് 1. അപ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞു. അതായത് ഇപ്പോൾ ഉള്ള കൺസെപ്റ്റ്സ് പ്രകാരം ഇവിടെ ശ്രദ്ധിക്കുക. ഇതിൽ നമുക്ക് ഇവിടാണ് ഞാൻ ഗ്രാഫ് വരച്ചത്. ഇതിൽ y ഈക്വൽ ടു -1 നോക്കുക. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു -1 എന്താണ്? എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ആവും, മൈനസ് ഇൻഫിനിറ്റി ആവും. ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ 1/x ആണ് എന്ത് തീരുമാനിക്കുന്നത്? ഗ്രേറ്റർ ദാൻ ആണോ ലെസ് ദാൻ ആണോ തീരുമാനിക്കുന്നത്? ഓക്കെ
അപ്പം വലിയ മൈനസ് നെഗറ്റീവ് ആണ് എങ്കിൽ എന്ത് സംഭവിക്കും? എക്സ് ഈസ് നെഗറ്റീവ്, ലാർജ് നെഗറ്റീവ് ആണ് എന്ത് സംഭവിക്കും? പോസിറ്റീവ്. എന്താണ്, ഏത് ഭാഗമാണ് വരിക എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ചർച്ചയാണ് അല്ലേ. അതുപോലെ തന്നെ ഇവിടെ എക്സ് സ്മോൾ ആണ് എങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് അല്ലേ. അപ്പം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ട് എങ്കിൽ ഓക്കെ, ഇത്രയും കാര്യങ്ങൾ -1 ഇനി നമുക്ക് y വരയ്ക്കാനുള്ളത്. അപ്പം y ഈക്വൽ ടു എന്താണ്? 1. y ഈക്വൽ ടു 1 ഇതാണ് എന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഹൊറിസോണ്ടൽ അസിംപ്റ്റോസ് വരയ്ക്കണം. എന്താണ് ഹൊറിസോണ്ടൽ അസിംപ്റ്റോസ്? ഓക്കെ, അത് മാറിപ്പോയി അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ് വരയ്ക്കേണ്ടത്? ഹൊറിസോണ്ടൽ അസിംപ്റ്റോസ് വരയ്ക്കണം. ഹൊറിസോണ്ടൽ അസിംപ്റ്റോസ് എന്ന് പറയുമ്പോൾ അല്ലേ, ഓക്കെ. അപ്പം ഇത് അതായത് f of x ഈക്വൽ ടു എന്താണ് എന്നാണ്? f of x ഈക്വൽ ടു -1 ഇതിലാണ് ഹൊറിസോണ്ടൽ അസിംപ്റ്റോസ് വരിക. ഓക്കെ, അതായത് -∞. ഇനി ഇവിടെ ഏത് ഭാഗത്താണ് കർവ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ ഈ സൈഡിൽ അതായത് എക്സ് -∞ എങ്കിൽ -1 ആണ്. അതായത് എക്സ് -∞ എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടാണ് വരിക, ഇങ്ങനെയാണ് കർവ് വരിക. പ്രത്യേകം ശ്രദ്ധിക്കണേ. അത് വേറൊരു ഇതിൽ ഞാൻ കളറിൽ വരയ്ക്കാണ്. എക്സ് ടെൻസ് ടു -∞. ഓക്കെ, ഇനി +∞. ഇനി എന്താണുള്ളത്? രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന് -∞ അടുത്തത് +∞. അത് രണ്ടുമാണ് നമുക്ക് വരയ്ക്കാനുള്ളത്. ഓക്കെ, -∞ +∞. ഓക്കെ, -∞ +∞. അതിന് പക്ഷേ അത് ഏത് സൈഡിൽ, ഇതിൻ്റെ ഈ സൈഡിലാണോ അല്ല ഇതിൻ്റെ ഈ സൈഡിലാണോ, ഏത് സൈഡിലാണോ വരയ്ക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ആരാണ്? എക്സ് ആണ്. അതിന് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേസ് ഓക്കെ, എക്സ് ഈസ് ലാർജ് ആൻഡ് പോസിറ്റീവ് ആണ് എങ്കിൽ, അങ്ങനെയാണ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? 1/x - 1 എന്തായി മാറും? 1/1 ഇത് എന്തായി മാറും? ലാർജ് ആണ്, പോസിറ്റീവ് ആണ് എങ്കിൽ നമുക്ക് x/1 - x എന്തായി മാറും? അങ്ങനെ കൊടുക്കാം. x/1 - x ഈസ് ഇതായിരിക്കും ലാർജ്. എക്സ് ഈസ് ലാർജ് ആൻഡ് പോസിറ്റീവ് ആണെങ്കിൽ എന്തായിരിക്കും? x/1 - x ഈസ് ലെസ് ദാൻ -1 അല്ലേ.
-1 ലെസ് ദാൻ ആയിരിക്കും. ഓക്കെ, കാരണം ഇൻഫിനിറ്റിക്ക് പോവുകയാണെങ്കിൽ 1 ആണ്. അപ്പം കറസ്പോണ്ടിങ് ആയിട്ട് വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, പോസിറ്റീവ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് വരും? അവിടെ എക്സ് വരും, ഇവിടെ 1 - നെഗറ്റീവ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കുഞ്ഞാപ്പ് വരും. ഇനി അടുത്തത് ലെസ് ദാൻ ആണ് വരിക കേട്ടോ. എക്സ് ലാർജ് ആണ് എങ്കിൽ ലെസ് ദാൻ -1 ആണ്. കേസ് അടുത്തത് കേസ് 2, എക്സ് ഈസ് ലാർജ് ആൻഡ് നെഗറ്റീവ് ആണ് എങ്കിൽ എക്സ് ബൈ 1 - എക്സ്, അതായത് -ഇൻഫിനിറ്റി -ഇൻഫിനിറ്റി അപ്പം എന്താവും? +ഇൻഫിനിറ്റി എന്നുള്ള, അതായത് ഒരു വലിയ നമ്പർ കൊടുക്കുക, 100 കൊടുക്കുക, -100 ബൈ 1 - 100 എന്ന് പറയുമ്പോൾ എന്തായി മാറും? -100 ബൈ എന്തായി മാറും? -100 ബൈ എന്താവും? പ്ലസ് ആവും അല്ലേ? പ്ലസ് ആവും. അപ്പോൾ പ്ലസ് ആകുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 0. അല്ലേ? നമുക്ക് പ്ലസ്, ഇത് പ്ലസ് ആണ് വരിക. +101 ഡിവൈഡഡ് ബൈ ഇത് എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ -1 ആയിരിക്കും. എന്തായാലും 0-നേക്കാട്ടിലും ചെറുതായിരിക്കും, പക്ഷെ എന്തായിരിക്കും? വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ -1. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു? ഇവിടുന്ന് 2 അസിപ്റ്റോസിൻ്റെ രീതി കിട്ടി. എക്സ് ഈസ് ലാർജ് ആൻഡ് നെഗറ്റീവ് ആണ് എങ്കിൽ, എക്സ് ഈസ് ലാർജ് ആൻഡ് നെഗറ്റീവ്, പ്രത്യേകം ശ്രദ്ധിക്കണേ, എക്സ് ഈസ് ലാർജ് ആൻഡ് നെഗറ്റീവ് ആണ് എങ്കിൽ, എക്സ് ലാർജ് ആൻഡ് നെഗറ്റീവ് ആണ് എങ്കിൽ -1ൻ്റെ മുകളിൽ നിന്നാണ്, -1ൻ്റെ മുകളിൽ, അതായത് ഇങ്ങനെ വരും. ഇതാ ഇങ്ങനെ. യെസ്. ഇനി എക്സ് ഈസ് ലാർജ് ആൻഡ് പോസിറ്റീവ് -1ൻ്റെ താഴാന്നാണ്. -1ൻ്റെ താഴാന്ന് പറയുമ്പോൾ -1ൽ ഒരു വര വരച്ചിട്ടുണ്ട്, അതിൻ്റെ താഴെ അതിൻ്റെ രൂപം വരിക അതാ ഇങ്ങനെ. യെസ്, ഇതാണ് അസിംപ്റ്റോട്ടിക് ബിഹേവിയർ ഓഫ് എ ഫങ്ഷൻ. ഈ രീതിയിൽ നമ്മൾ വരയ്ക്കുന്നത്. ഓക്കെ, അപ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ട് എങ്കിൽ 2 കാര്യങ്ങളാണ് ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്. ഒന്ന്, നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഏതെങ്കിലും പോയിന്റിൽ അൺഡിഫൈൻഡ് ആയിട്ടുള്ള പോയിന്റ് എടുക്കുക. എക്സിൽ അൺഡിഫൈൻഡ് ആണെങ്കിൽ ആ പോയിന്റിനെ നമ്മൾ എന്ത് പറയും? വെർട്ടിക്കൽ അസിംപ്റ്റോസ് എന്ന് പറയും. പിന്നെ എക്സ് ലാർജ് ആയി നിൽക്കുന്ന വൈയിലുള്ള പോയിന്റ് ഏതാന്ന് നോക്കുക, അതിനെ നമ്മൾ വെർട്ടിക്കൽ അസിംപ്റ്റോസ് എന്ന് പറയും. അത് f(x) = -∞ ഒക്കെ ആണെങ്കിൽ പിന്നെ അത് വരയ്ക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നമുക്ക് പിന്നെ ചിലയിടത്ത് നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒറിജിൻ വരുമ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇങ്ങനെയാണ് അസിംപ്റ്റോട്ടിക് വരിക. അത് ഓരോരോ കേസ് നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, പിന്നെ അതിൻ്റെ ബിഹേവിയർ നോക്കണം. ഈ രീതിയിൽ ബിഹേവിയർ നോക്കണം. കാരണം ഏത് സൈഡാണ് വരിക, ഇത് ലിമിറ്റ്. ഈ കേസിൽ നമുക്ക് സുഖമാണ്, 2ഉം ഒരേ ഇതിന്ന് കിട്ടും. പക്ഷേ ഇൻഫിനിറ്റിയുടെ കേസിൽ 2ഉം വേറെ ആയിട്ടേ കിട്ടുള്ളൂ. അത് നമ്മൾ കാണണം. ഓക്കെ, ഇനിയുള്ളത് ഇത് ഉപയോഗിച്ചിട്ട് 3-4 ക്വസ്റ്റ്യൻ ആണ് ഹോംവർക്ക്. 1, 2, 3, 4 ഈ ക്വസ്റ്റ്യൻ ചെയ്തു നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. തരികിട അപ്ലൈ ചെയ്യാനുണ്ടാവും. അതായത് ഇത് അൺഡിഫൈൻഡ് ആയിട്ടുള്ള പോയിന്റ് ഉണ്ടോ, ഇത് അൺഡിഫൈൻഡ് ആയിട്ടുള്ള പോയിന്റ് ഏതാണ്? ഇതിൻ്റെ കേസിൽ x = -1 അല്ലേ? അപ്പോൾ x = -1. അപ്പോൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? -1 x = -1ൽ ഇങ്ങനൊരു അസിംപ്റ്റോസിക്ക് പോവും, വെർട്ടിക്കൽ അസിംപ്റ്റോട്ടിക്ക് പോവും. എന്നിട്ട് അതിൻ്റെ 2 സൈഡിൽക്കും എന്ത് വരും? ഇൻഫിനിറ്റി ആണോ അപ്ലൈ ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് -∞ +∞ വരിക നോക്കുക. അതുപോലെ തന്നെ അടുത്തതുള്ളത് വേറെന്തായിരുന്നു ഉള്ളത്? അടുത്ത് ഇതിൻ്റെ പിന്നുള്ളത് f(x) ലാർജ് ആകുമ്പോഴുള്ള സംഭവം. അതിനെന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് എക്സിനെ പുറത്തെടുക്കുക. അപ്പോൾ എക്സും ക്യാൻസലായി പോകും. അപ്പോൾ 1 എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കിട്ടും. എന്നിട്ട് ലിമിറ്റ് എക്സ്റ്റെൻസും ഇൻഫിനിറ്റിയും -∞ അപ്ലൈ ചെയ്യുക. എന്നിട്ട് അതുപോലെ വെർട്ടിക്കലി ഏത് സൈഡാണ്, ഈ സൈഡോ വരുന്നുണ്ടോ നോക്കുക. അപ്പോൾ എന്നിട്ട് അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും കർവ് വരയ്ക്കുക.
അല്ലേ? ഇതിൻ്റെ കേസും സെയിം വേ, ഇതും തന്നെയാണ് എക്സ് ഈക്വൽ ടു -1 തന്നെയാണ് ഇതിൻ്റെ അൺഡിഫൈൻഡ് പോയിന്റ് അല്ലേ? -1 അല്ല, എക്സ് ഈക്വൽ ടു 1 കേട്ടോ. ഇതിൻ്റെ എക്സ് ഈക്വൽ ടു -1, ഇതിൻ്റെ എന്താണ് 1 കൊടുത്തിട്ടുണ്ടെങ്കിൽ 1³ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0 ആയിരിക്കും അല്ലേ? അപ്പം എക്സ് ഈക്വൽ ടു 1, അപ്പം അതുപോലെ തന്നെ അൺഡിഫൈൻഡ് ആയിട്ടുള്ള പോയിന്റ് കിട്ടി. പിന്നല്ലേ എക്സ് ലാർജ് -∞ ഇൻഫിനിറ്റി അപ്ലൈ ചെയ്തിട്ടും ഇത് കിട്ടും നോക്കുക. സെയിം വേയിൽ തന്നെ x² -1ഉം 1ഉം ഉണ്ടാവും. ഇവിടെ 2 അസിംപ്റ്റോസിക് ഉണ്ടാവും, 1 ഉണ്ടാവും, -1 ഉണ്ടാവും. അപ്പോൾ രണ്ടെണ്ണവും നമ്മൾ എടുക്കണം. ഈ ഭാഗത്തും വരയ്ക്കണം, ഈ ഭാഗത്തും വരയ്ക്കാനുണ്ട്. ഓക്കെ, 1ലും വരയ്ക്കണം, ഇതിലും വരയ്ക്കാനുണ്ടാവും. എന്നിട്ട് അതിൻ്റെ രണ്ടിൻ്റെയും ബിഹേവിയർ കണ്ടെത്തുക. ഓക്കെ, അതുപോലെ തന്നെ എക്സ് -∞ ഇൻഫിനിറ്റീൻ്റെയും ബിഹേവിയറും കണ്ടെത്തുക. ഇവിടെയും 2 എണ്ണം ഉണ്ടാവും. ഈ കേസിൽ 2 എണ്ണം, ഇതേ മോഡലിൽ തന്നെ 2 എണ്ണം ഉണ്ടാവും. ഓക്കെ, എന്നിട്ട് കാണുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. വേറെ ഒന്നും ഇല്ല എന്ന് വിചാരിക്കണം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.